പിന്നെ ഒരു 2 മാസം 3 മാസമൊക്കെ കഴിയുമ്പോൾ ഇതൊന്നും മറക്കും, പോവും, ഈ സംഭവം ഒന്നും നടക്കില്ല. പക്ഷെ അങ്ങനെയല്ല. ശ്രീകാന്ത് പിന്നെയും വിളിക്കുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം. അതെങ്ങനെ തുടങ്ങണം, നമുക്കൊരു ദിവസം ഇരിക്കാം, ഞാനും രവിചേട്ടനും വരാം. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഈ വാൻഡ്രോസ് ജംഗ്ഷനിലുള്ള കോഫി ഹൗസിൽ ഒരുമിച്ച് പോയി. എന്താണുള്ളത്, സാബു മിച്ചം വെച്ചത് എന്താണ്? അപ്പോൾ സാബുവിൻ്റെ ഫേസ്ബുക്ക് പേജിലെ എഴുത്തുകളാണ് സാബുവിൻ്റെതായിട്ടുള്ള എഴുത്തിൻ്റെ മേഖലയിലുള്ള ശേഷിപ്പുകൾ. ശരി, അതിൽ നിന്ന് തുടങ്ങണം. പക്ഷെ അത് തുടങ്ങുമ്പോൾ ചിതറിയ ഒരുപാട് എഴുത്തുകളാണ്. കാലികമായുള്ള എഴുത്തുകളുണ്ട്, അല്ലാതെയുള്ള ഒരു പഠനം എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ കാഴ്ച എന്നുള്ള നിലയിലോ ഒക്കെ സാബു കണ്ട കാര്യങ്ങളുണ്ട്. ഇതിനെ മൊത്തം ഒന്ന് എടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ജോലി. അത് ആ ഫേസ്ബുക്കിൽ നിന്ന് അതിനെ മൊത്തവും കോപ്പി ചെയ്തെടുത്തു. ഒരാൾ ഒരു ബോർഡർ, ഒരു ചുവന്ന ഒരു ബോർഡർ അതിനകത്ത് കൊടുത്തത് സാബുവിന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പെട്ടെന്ന് തന്നെ അത് പിന്നീട് കുറച്ച് കോപ്പികളെ ഉണ്ടായിരുന്നുള്ളൂ, ആ കോപ്പികൾ മാറ്റി വെച്ചുകൊണ്ട് സാബു ചെയ്തു തന്ന അതേപോലെ അവരെല്ലാവരും ഈ പുസ്തകത്തിനകത്തുണ്ട്. അതായത് നമ്മളെല്ലാവരും ഉണ്ട്. അഭിനയയിൽ ഒരു ദിവസമെങ്കിലും അവിടെ വന്നിരുന്നവരെല്ലാവരും ഈ പുസ്തകത്തിനകത്തുണ്ട്. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു 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 നന്മ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനു വേണ്ടി